അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ ഒരിക്കൽ അപമാനിച്ചു. കാരണം പ്രവാചകന്റെ പിതൃവ്യപുത്രിയായ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ പല നിലയിൽ പ്രവാചകൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമല്ലാത്ത കാരണത്താൽ ഉമ്മു ഹാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിവാക്കി, അവഗണിച്ചു എന്ന രൂപത്തിൽ ചില പ്രമാണങ്ങൾ, ചില ചരിത്രങ്ങൾ ഉണ്ടല്ലോ. എന്താണ് അതിന്റെ വസ്തുത? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഹമ്മദ് നബിയെയും ഇസ്ലാമിനെയും വിമർശിക്കാൻ വേണ്ടി ഇസ്ലാം വിരുദ്ധർ ഉണ്ടാക്കിയ അല്ലെങ്കിൽ കണ്ടെത്തുന്ന ചില ദുർബലമായ ചരിത്രപരമായ പശ്ചാത്തലങ്ങൾ മാത്രമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചരിത്രമല്ല, സീറയല്ല ഇസ്ലാമിന്റെ ആധാരം. ഖുർആനും സുന്നത്തുമാണ്. വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും ഉള്ളതാണ് മുഅ്മിനീങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇസ്ലാം വിമർശകർ ചെയ്യുന്നതാവട്ടെ, സീറകളിലുള്ള ചില ദുർബലമായ ചരിത്രങ്ങൾ ഇസ്ലാമിന്റെ മേൽ കെട്ടിവെച്ച് അത് മുസ്ലിങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പ്രവാചകൻ അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. മേലുദ്ധരിക്കപ്പെട്ട സംഭവം നമുക്ക് ചില തഫ്സീറുകളിലൊക്കെ കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട പരാമർശം ഇപ്രകാരമാണ്. ഖാലത്ത് ഉമ്മു ഹാനി പറയുകയാണ്, ഖതബനി അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതദറതു ലഹു ബിഉദ്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിവാഹമാലോചന നടത്തി, ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 33-ാം അധ്യായം 50-ാമത്തെ വചനത്തിൽ പ്രവാചകന് വിവാഹം കഴിക്കാവുന്നവരുടെ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അല്ലാത്തി ഹാജർന മഅക, നിങ്ങളോടൊപ്പം ഹിജ്റ ചെയ്തു വന്നവരായ ആളുകൾ എന്ന് സൂചിപ്പിക്കുന്ന, അതായത് ഇന്ന അഹ്ലൽനാ ലക അസ്വാജക അല്ലാത്തി ആതൈത ഉജൂറഹുന്ന എന്ന് തുടങ്ങി അല്ലാത്തി ഹാജർന മഅക, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്റെ പുത്രിമാർ, പിതൃ സഹോദരിയുടെ പുത്രിമാർ, ഇവരെയൊക്കെ വിവാഹം കഴിക്കാം എന്ന് തുടങ്ങുന്ന ആയത്തിറങ്ങിയപ്പോ അവിടെ ഒരു പരാമർശം കാണാൻ കഴിയും, നിങ്ങളോടൊപ്പം ഹിജ്റ ചെയ്തവർ എന്ന് പോലും കാണാം. അപ്പോൾ ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹാനിയോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ ഉമ്മു ഹാനി പറയണില്ല, മുഹാജിർ മഅഹു, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഹിജ്റ പോയിട്ടില്ലല്ലോ, ഞാൻ ഹിജ്റ പോയ ആളല്ല, അപ്പൊ എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ പറ്റുക? ഇതാണ് ഈ ചരിത്ര പശ്ചാത്തലം. അപ്പൊ പ്രവാചകൻ ഉമ്മു ഹാനിന്റെ പുറകെ നടന്നു, ഉമ്മു ഹാനിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു, ഉമ്മു ഹാനി ഒഴിവാക്കി എന്നാണ് ഇവർ പറയാറുള്ളത്. എന്നാൽ ഈ ചരിത്രങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത് ഹിഷാം ഇബ്നു മുഹമ്മദിൽ നിന്നും അസ്സാ ഇബ്നു കൽബി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ്. ഹിഷാം ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഹിഷാമിനെ കുറിച്ചുള്ള പരാമർശവും അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ചുള്ള പരാമർശവും ഒക്കെ നോക്കിയാൽ ഹിഷാം കള്ളനാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ദാറഖുത്നി വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്, അദ്ദേഹം കള്ളനാണ്, കദ്ദാബാണ്. മാത്രമല്ല ഇബ്നു അസാക്കിർ പറയുന്നത് ലൈസ ബിസുദൂഖ്, അദ്ദേഹം സത്യസന്ധനല്ല, അദ്ദേഹം റാഫിലിയയാണ്, ഷിയാക്കാരനാണ്, വിശ്വസിക്കാൻ പറ്റാത്ത ആളാണെന്നാണ്. മാത്രമല്ല ഹിഷാമിന്റെ പിതാവ്, ഈ കഥയിൽ പറയപ്പെടുന്ന മുഹമ്മദ് ബിൻ സായിബ് അൽ ഖൽബി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നത്, ഖൽബിയുടെ ഖുർആൻ വ്യാഖ്യാനം പഠിക്കാൻ അനുവദനീയമല്ല. ഇത് പറയുന്നതാണ് അഹ്മദ് ബിൻ സുഹൈർ എന്ന് പറയുന്ന പണ്ഡിതനാണ്. മാത്രമല്ല ഇബ്നു ഹിബ്ബാൻ പറയുന്നത് ഖൽബി അബൂ സ്വാലിഹിൽ നിന്ന് കേട്ട ഒരൊറ്റ പദം പോലും ഗ്രന്ഥത്തിൽ എഴുതി വെക്കൽ അനുവദനീയമല്ല, ഗൈർ ജായിസാണ്. പിന്നെ എങ്ങനെ ഇത്തരം കഥകൾ ഉദ്ധരിക്കുമെന്ന് മീസാനുൽ ഇഅ്തിദാൽ അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോ കള്ളന്മാരായ ആളുകൾ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുകൾ, ചരിത്രങ്ങളാണ് ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും വിമർശിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവരുന്നത്. ഉമ്മു ഹാനിയുമായി ബന്ധപ്പെട്ട് വന്ന ഒരൊറ്റ സ്വഹീഹായ പ്രമാണം എന്ന് പറഞ്ഞാൽ ഇപ്രകാരമാണ്. ഇമാം മുസ്ലിം ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൻ അബീ ഹുറൈറത അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതബ ഉമ്മു ഹാനിഇൻ, ഉമ്മു ഹാനിഇനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹാലോചന നടത്തി. ബിന്ത അബി ത്വാലിബ്, അബൂ ത്വാലിബിന്റെ മകളാണ് ഉമ്മു ഹാനി. ഫഖാലത്ത്, ആ സമയത്ത് അവർ പറഞ്ഞു, യാ റസൂലല്ലാ, യാ മുഹമ്മദ് എന്ന് പോലും അല്ല വിളിക്കുന്നത്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഖദ് കബിർതു, എനിക്ക് പ്രായമായി, വലിയ ഇയാദ്, എനിക്ക് മക്കളുമുണ്ട് എന്ന് പറഞ്ഞു. അഥവാ എനിക്ക് പ്രായമായി നബിയെ, എനിക്ക് മക്കളുണ്ട്, എന്നെ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് ബാധ്യതയായി തീരുമെന്നാണ് ഈ ഹദീസിൽ നിന്ന് കിട്ടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മു ഹാനി എന്ന വൃദ്ധയെ വിവാഹം കഴിക്കുക വഴി പ്രവാചകൻ ഉമ്മു ഹാനി ബാധ്യതയായി തീരരുത് എന്ന് അവരാഗ്രഹിച്ചു. അങ്ങനെ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ ചരിത്രത്തിൽ സ്വഹീഹായ പ്രമാണത്തിൽ ഒരിക്കലും ഉമ്മു ഹാനിന്റെ പുറകെ നടന്ന് പ്രേമിച്ചു എന്ന് കിട്ടൂല. മറിച്ച് കിട്ടുന്നത് എന്താണ്? വിധവയായ വൃദ്ധയായ ഉമ്മു ഹാനിയെ ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ വേണ്ടി പ്രവാചകൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു. ഉമ്മു ഹാനി പ്രവാചകന് താൻ ഒരു ഭാരമായി തീരുമെന്ന് കരുതി ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി. ഇതല്ലാതെ പ്രവാചകൻ ഉമ്മു ഹാനിയെ പ്രണയിച്ചു എന്ന് എവിടെയാണ് സ്വഹീഹായ പ്രമാണത്തിൽ കിട്ടുക? ഈ പച്ചക്കള്ളമാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.